നമ്മുടെ ലൈഫിൽ നമ്മൾ ഓർമ്മിക്കണം, ചുറ്റുമുള്ള വ്യക്തികൾ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ എത്ര നമ്മൾ സ്നേഹിച്ചിട്ടും നന്മ ചെയ്തിട്ടും അടുത്ത് ഇത് മിണ്ടിയിട്ടും അത് പോരായ്മ എന്തെങ്കിലും കാലം പിടിച്ച് മാപ്പ് ചോദിച്ചിട്ടും ഒന്നും ബന്ധത്തിലേക്ക് വരാതെ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അതേപറ്റി വിഷമിക്കേണ്ട, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പം സ്നേഹം സ്വീകരിക്കപ്പെടുമ്പോൾ ബന്ധമാകും സ്നേഹബന്ധം. ഓരോ സ്നേഹബന്ധം നമുക്കൊരു കരുത്താണ്. സ്നേഹം സ്വീകരിക്കപ്പെടുന്നില്ല, തിരസ്കരിക്കപ്പെടുമ്പോൾ നമുക്കൊരു ഭാരമുണ്ട്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്തൃ പ്രാർത്ഥന നാം എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 37ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ 7 യാചനയിൽ 1ാമത്തെ യാചനയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ നാമം, അങ്ങ് ദൈവമാകുന്ന വ്യക്തി നമുക്ക് ഏറ്റവും പൂജ്യനായ വ്യക്തിയായിട്ട് മാറാൻ അവിടുത്തെ അറിയണം. നമ്മൾ കഴിഞ്ഞ കാണുകയുണ്ടായി, ദൈവം എപ്പോഴും ക്ഷമിക്കും. പാപിനിയോട് പറഞ്ഞാൽ തന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത്, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പല ആൾക്കാരും തട്ടിമറിഞ്ഞ് വീഴുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. പാപിനിയായ സ്ത്രീ പറഞ്ഞു ഇനി പാപം ചെയ്യരുത്, അവൾ പോയി, അവൾ പിന്നെ പാപം ചെയ്തില്ല. ഞാനങ്ങനെയല്ല, ഞാൻ ഉപസാരത്തിൽ അങ്ങനെ പറഞ്ഞു, ഇനി പാപം ചെയ്യാൻ തീരുമാനമെടുത്തു, പാപത്തെക്കാൾ മരിക്കാൻ ഇഷ്ടമാണെന്ന് മനസ്സാപ്രകടനം ചൊല്ലി, എന്നിട്ട് ഞാൻ പിന്നെയും പാപം ചെയ്തു, പിന്നെ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം പിന്നെ ദൈവത്തിനെ സ്നേഹിക്കാൻ പറ്റുമോ? എത്ര പ്രാവശ്യം ദൈവം ക്ഷമിക്കും? ഇതൊരു വലിയ ചോദ്യമാണ്. ഉത്തരം നമുക്കറിയാം. ഈ സംശയം പത്രോസ് പുസ്തകം ഉണ്ടായിട്ട് ഈശോ ചോദിക്കുന്ന രംഗം മത്തായിയുടെ സുവിശേഷത്തില് 18ാമത്തെ അധ്യായത്തില് 21, 22 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന സഹോദരൻ എത്ര ഞാൻ ക്ഷമിക്കണം? അവിടെ ഈശോ കൊടുക്കുന്ന മറുപടി നമുക്കറിയാം. പത്രോസ് ലിമിറ്റ് വെച്ച് ചോദിക്കുകയാണ്, 7 പ്രാവശ്യം മതിയോ? ഈശോ എടുത്ത വായിലേ പറയണേ, 7, 70, 490. നേരെ ഗണിതശാസ്ത്രപരമായിട്ട് കൂട്ടിയാൽ 490 പ്രാവശ്യമാണ്. അപ്പോൾ നിന്റെ സഹോദരൻ 490 പ്രാവശ്യം ഒരു ദിവസം തന്നെ തെറ്റ് ചെയ്തിട്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് മാപ്പി വെച്ചുകൊണ്ട് വന്നാൽ 490 പ്രാവശ്യം ക്ഷമിച്ചിരിക്കണം എന്ന് പത്രോസിനോട് ഈശോ പറഞ്ഞെങ്കിൽ അത് സഭയുടെ ശൈലിയായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 1ാമത്തെ മാർപ്പാപ്പ ഇവിടെ കൊടുക്കുന്ന നിർദ്ദേശമാണല്ലോ. അപ്പം അങ്ങനെയെങ്കിൽ ദൈവം തന്നെ എത്ര അധികമായിട്ട് 490 അതിനപ്പുറവും അല്ലെങ്കിൽ 4900 ക്ഷമിക്കാൻ തയ്യാറായിരിക്കും എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ശൈലി എന്താ? ക്രൈസ്റ്റ് പറയുകയുണ്ടായി, ചന്ദനത്തടിക്ക് ഒരിക്കലും തുറന്നു കൊടുക്കാൻ പറ്റുകയില്ല. ദൈവത്തെ ഒരിക്കലും വെറുക്കാൻ പറ്റത്തില്ല. യോഹന്നാന്റെ 1ാം ലേഖനത്തില് 1ാമത്തെ അധ്യായത്തില് ആദ്യ വാക്യങ്ങൾ യോഹന്നാൻ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ 5, 6, 7 വാക്യങ്ങളില് ദൈവത്തിൽ പ്രകാശം മാത്രമാണ്, അന്ധകാരം ഒട്ടുമില്ല. അന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുപ്പ്, നീരസം, അമർഷം, അശുദ്ധി, അകൽച്ച, ഇങ്ങനത്തെ അന്ധകാരം ഒട്ടും ദൈവത്തിൽ. പ്രകാശം മാത്രം, സ്നേഹത്തിന്റെ പരിശുദ്ധിയുടെ പ്രകാശം മാത്രമാണ് ദൈവം. പഴയ നിയമത്തിലെ ഏശയ്യായുടെ പുസ്തകത്തിൽ 65ാമത്തെ അധ്യായത്തില് 2ാമത്തെ തിരുവചനത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് എന്നോട് കലഹിച്ച് വഴിതെറ്റി അകന്നു പോകുന്ന ഒരു ജനത്തിന്റെ നേരെ ദിവസം മുഴുവൻ ഞാൻ കരങ്ങൾ വിരിച്ചു പിടിച്ചു. ഇത് വളരെ മനോഹരമായ പുതിയ നിയമത്തിന്റെ നിലവാരത്തിലുള്ളൊരു പഴയ നിയമ വെളിപ്പെടുത്തലാണ്. അപ്പൊ സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി അകന്നു പോകുന്ന കലഹപ്രിയരായ ഒരു ജനത്തിന്റെ നേരെ ഞാൻ ദിവസം മുഴുവൻ കരങ്ങൾ വിരിച്ചു പിടിച്ചു. കരങ്ങൾ വിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പം ഇങ്ങനെ വശത്തേക്ക് വിരിച്ചു പിടിച്ചെന്ന് തോന്നിപ്പോകും. ജനത്തിന്റെ നേരെയാണ്. ജനം എന്ത് ചെയ്യുന്നു? അകന്നു പോവുകയാണ്, കലഹിച്ച് അകന്നു പോകുന്നു. 3 കാര്യം പറഞ്ഞിരിക്കുന്നത്, സ്വന്തം ആലോചന പിന്തുടർന്ന് വഴി തെറ്റി കലഹിച്ച്. തൂർത്തപ്പോൾ തന്നെ ഓർത്തത് 3 കൃത്യം. തൂർത്തപ്പോൾ സ്വന്തം ആലോചന പദ്ധതിയാണ്. അപ്പന്റെ പദ്ധതി ഇഷ്ടമില്ല, അപ്പന്റെ പ്ലാന് ഇഷ്ടമില്ല, സ്വന്തം പ്ലാൻ ആലോചന. പിന്നെ വഴി തെറ്റിയ പോക്കാണ്. കലഹിച്ച് വഴക്കടിച്ച് വീതം മേടിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. അങ്ങനെയുള്ള ഒരു ജനത്തിന്റെ നേരെ ദിവസം മുഴുവനും, സ്വർഗത്തിന് ദിവസങ്ങളില്ല, നിത്യതയാന്ന് നമുക്കറിയാം. രാവും പകലുമില്ല, സൂര്യനൊന്നും അവിടെ ഇല്ലല്ലോ. ഭൂമി കറങ്ങുമ്പോഴൊരു ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷെ ദിവസം മുഴുവൻ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയാണ്. നിരന്തരമായി നമ്മുടെ നേർക്ക് ഇങ്ങനെ കൈ വിരിച്ചു പിടിക്കുന്ന ഒരു ദൈവം. അപ്പൊ എന്തായാലും കൈ വിരിച്ചു പിടിക്കുന്ന ദൈവം ഈ കൈ നീട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. സുഹൃത്തുവത്ത് രൂപ അറിയുമ്പോൾ അപ്പന് ആ മോനെങ്ങനെ ഇറങ്ങിപ്പോയി, അതുമുതൽ അപ്പൻ അവന്റെ നേർക്ക് ഇതുപോലെ നിൽക്കുകയാണ്. ഇത് വെച്ച കൈ വിരിച്ചിങ്ങനെ പിടിച്ചുകൊണ്ട് കൈ താക്കാതെ നിന്നല്ല അർത്ഥം, നിരന്തര സ്നേഹത്തിന്റെ മനോഭാവത്തിൽ നിന്നുള്ളതാണ്.
സഹോദരങ്ങളെ, ഇതാണ് ദൈവം. ദൈവം ഒരിക്കലും നമുക്ക് നിനക്കുള്ള സ്നേഹം പിൻവലിക്കുന്നേ ഇല്ല. നമ്മൾ കാര്യം ഓർമ്മിക്കണം, സ്നേഹിക്കുക എന്ന് പറയുന്നതും സ്നേഹത്തിന്റെ ബന്ധത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഈശോയുടെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാനാണ്. പരസ്പര സ്നേഹത്തിന്റെ ബന്ധത്തിലായിരിക്കണമെന്ന് ദൈവത്തിന് പോലും ഒരിക്കലും നമ്മൾ കൽപ്പിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണത്? സ്നേഹിക്കാനായിട്ട് നമുക്ക് ആരുടെ അനുവാദം വേണ്ട. എന്നാൽ സ്നേഹത്തിന്റെ ബന്ധത്തിൽ ആരെങ്കിലുമായിട്ട് ബന്ധത്തിലാകണമെങ്കിൽ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, മറ്റേ വ്യക്തിയും കൂടെ തീരുമാനിക്കണം, സഹകരിക്കണം. യേശയ്യ 65:2 കാണുന്ന ഈ ഉദാഹരണം, കൈ നീട്ടിപ്പിടിക്കുന്നു. അപ്പൊ ഇങ്ങനെ കൈ നീട്ടിപ്പിടിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആ സ്നേഹസന്നദ്ധത, ബന്ധോന്മുഖത അതാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി കൈ നീട്ടിപ്പിടിക്കുമ്പോൾ മറ്റേ ആളത് കണ്ടിട്ട് കൈയെ പിടിച്ചാലോ, ഇതുകൊണ്ട് ബന്ധമായി. അപ്പൊ ഈ ബന്ധം വരണമെങ്കിൽ ഞാൻ കൈ നീട്ടിപ്പിടിച്ചാൽ മാത്രം പോരാ, മറ്റേ ആളെ കയ്യെ പിടിക്കണം. അത് ആ വ്യക്തിയുടെ സ്വതന്ത്ര മനസ്സിന്റെ വിഷയമാണ്. നമുക്ക് ദൈവത്തിന്റെ സ്വതന്ത്ര മനസ്സ്, നമുക്ക് അതേപ്പറ്റി ചിലപ്പോൾ കൂടെ കാണാം. ദൈവത്തോട് പോലും നോ എന്ന് പറയാനുള്ള ശേഷി നമ്മുടെ സ്വതന്ത്ര മനസ്സ് ദൈവം തന്നിട്ടുണ്ട്. വെളിപാട് പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം വായിക്കുന്നുണ്ടല്ലോ, ഞാൻ കതകിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് തന്നാൽ ഞാൻ അകത്ത് വരും. എന്നുവെച്ചാൽ അർത്ഥം എന്താ? ഇത് ചിന്തിച്ചേ, ദൈവം കഥകൾ മുട്ടുന്നു, അകത്തിരിക്കുന്ന ആള് സ്വരം കേൾക്കുകയാണ്, കഥകാരൻ മുട്ടുന്നുണ്ടല്ലോ. ജനാലയെ കൂടി ഇങ്ങനെ പുറത്തേക്ക് നോക്കിപ്പോണ്ട് ദൈവം തമ്പുരാൻ കഥയിൽ നിന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് അകത്തിരിക്കുന്ന ആൾ ചിന്തിക്കുക, അവിടെ നിൽക്കുക, ഇപ്പൊ ഞാൻ തുറക്കുന്നില്ല, അവിടെ നിൽക്കുക എന്നാണ് അകത്തിരിക്കുന്ന ആള് കഥ തുറക്കാതെ നിലപാടെടുക്കുന്നെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ഒറ്റ തൊഴി കൊടുത്തിട്ട് പൊളിച്ച് അകത്ത് കയറുമോ? ഒരിക്കലും ഇല്ല. ദൈവം അവിടെ വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ദൈവത്തോട് പോലും നോ എന്ന് പറയാനുള്ള ഒരു ശേഷി ദൈവം നമ്മുടെ സ്വതന്ത്ര മനസ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവം ഇങ്ങനെ സ്നേഹം നമുക്ക് നിരന്തരം തരുന്നു. അത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടുത്തെ പകരേക്ക് വരണം. അതാണ് ഈശോ ദൈവരാജെ സമീപിച്ചിരിക്കുന്നു, അനുദപിക്കണം. അനുദപിക്കാൻ നീ തയ്യാറായാൽ അതിലേക്ക് വരാം. വിശ്വസിച്ചേ, എന്നെ സ്വീകരിച്ചേ, അത് നീ ചെയ്യേണ്ട കാര്യം. നമ്മുടെ സ്വതന്ത്ര മനസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സ്നേഹിക്കുക എന്ന് പറയുന്ന ദൈവം നിരന്തരം സകല വ്യക്തികളോടും എടുക്കുന്ന മനോഭാവമാണ്. സാത്താനെ പോലും ദൈവം സ്നേഹിക്കുന്നുണ്ട്. സാത്താനെ അകത്ത് വെച്ച് യൂദാസ് വന്നപ്പോൾ യൂദാസിന്റെ മുഖത്തേക്ക് സ്നേഹിത എന്ന് വിളിച്ചില്ലേ? ദൈവത്തിന് ഒരിക്കലും വെറുക്കാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പറയും, സാത്താനെ പോലെ ദൈവം വെറുക്കുന്നില്ല. ദൈവം വെറുത്താൽ, ദൈവം ആരെങ്കിലും വെറുത്താൽ ദൈവം അല്ലതായി പോകും. കാരണം ദൈവം സ്നേഹമാണ്, ദൈവം പ്രകാശമാണ്, അന്ധകാരം ഒട്ടുമില്ല, സ്നേഹമാണ്, ഒട്ടും വെറുപ്പോ അകൽച്ചോ ഇല്ല. നിരന്തരത ദൈവത്തിന്റെ മനോഭാവം. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളാണ് അവിടുത്തെ പക്കലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ഓർമ്മിക്കണം, ചുറ്റുമുള്ള വ്യക്തികൾ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ എത്ര നമ്മൾ സ്നേഹിച്ചിട്ടും നന്മ ചെയ്തിട്ടും അടുത്ത് ചെയ്ത് മിണ്ടിയിട്ടും അത് പോരായ്മ വന്നെങ്കിൽ കാലെ പിടിച്ച് മാപ്പ് ചോദിച്ചിട്ടും ഒന്നും ബന്ധത്തിലേക്ക് വരാതെ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അതേപ്പറ്റി വിഷമിക്കേണ്ട, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ദൈവത്തോട് പോലും നോ പറയാനുള്ള ശേഷി നമുക്കുണ്ടെങ്കിൽ കൂടെയുള്ള വ്യക്തിയോട് നോ പറയാനുള്ള ശേഷി ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമുക്കത് വിഷമിക്കേണ്ട. പക്ഷേ നൊമ്പരം വേണം. സ്നേഹം തിരസ്കരിക്കപ്പെടുമ്പോൾ നൊമ്പരമുണ്ട്. യൂദാസ് ഒറ്റക്കെടുക്കാൻ വന്നപ്പോൾ ഈശോ സ്നേഹത്തിന്റെ കൈ നീട്ടി പിടിച്ചു, സ്നേഹിത എന്ന് വിളിച്ച്. യൂദാസ് തട്ടിക്കളഞ്ഞിട്ട് ചുംബിച്ചിട്ട് പോയി. അപ്പൊ ആ സ്നേഹം തിരസ്കരിക്കപ്പെട്ടു. ഈശോയ്ക്ക് നൊന്തു. ആൽമരം വേരുകൾ ഇറക്കുകയല്ലേ. ആൽമരം ഇങ്ങനെ ശേഖരിച്ച് നിൽക്കുന്നു. അതിൽ ഓരോ ശിഖരത്തിൽ നിന്ന് ഇങ്ങനെ വേര് താഴേക്ക് ഇറക്കുകയാണ്. അതൊരു പറഞ്ഞ ഒരു പ്രതികാത്മകമാണ്. ഈ വേരിറക്കുമ്പോൾ താഴെയുള്ള മണ്ണിനോട് പറയുകയാണ്, എനിക്ക് നീയുമായിട്ട് ബന്ധത്തിലായിരിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ ബന്ധത്തിലാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ വേരിറക്കി വരുമ്പോൾ ഈ വേരിനെ മണ്ണ് സ്വീകരിക്കുന്നില്ല എങ്കിൽ ഈ വേരിങ്ങനെ ഞാന്ന് കിടക്കും. അത് ശിഖരത്തിനൊരു ഭാരമാണ്. എന്നാലും ഇറങ്ങുന്ന വേരിങ്ങനെ മണ്ണിൽ പോയി ഇറങ്ങി മണ്ണ് അതിനെ സ്വീകരിച്ചാലോ, മണ്ണിൽ തിരിച്ച് മുകളിലേക്ക് വേരിലൂടെ വെള്ളവും പോഷകവും എല്ലാം കയറി വരും. മാത്രം അത് ഈ ശിഖരത്തിന് സപ്പോർട്ടാവും, താങ്ങായി. കണ്ടോ? അപ്പം ബന്ധമായി. അപ്പം സ്നേഹം സ്വീകരിക്കപ്പെടുമ്പോൾ ബന്ധമാകും. സ്നേഹബന്ധം, ഓരോ സ്നേഹബന്ധം നമുക്കൊരു കരുത്താണ്. സ്നേഹം സ്വീകരിക്കപ്പെടുന്നില്ല, തിരസ്കരിക്കപ്പെടുമ്പോൾ നമുക്കൊരു ഭാരമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതായി, സ്വർഗത്തിൽ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ സ്നേഹം തിരസ്കരിക്കുന്നതിൻ്റെ വേദനയാണ്. സ്വർഗത്തിൽ എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ ഇങ്ങനെ സ്നേഹം തിരസ്കരിച്ചുകൊണ്ട് മനുഷ്യമക്കൾ പോകുന്ന കാണുമ്പോൾ ഉള്ള ഞെരുക്കവും ഭാരവുമാണ്. അപ്പോൾ ദൈവം നിരന്തരം നമ്മളെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
അവിടുത്തെ പക്കലേക്ക് നമ്മൾ എപ്പോൾ തിരിഞ്ഞു വന്നാലും നമ്മൾ ആ സ്നേഹത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് ഈശോ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എത്ര പ്രാവശ്യം തെറ്റ് ചെയ്ത ദൈവം ക്ഷമിക്കും ചോദ്യത്തിൻ്റെ ഉത്തരം ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നത് പഠിപ്പിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ് എന്നോട് മനസ്സിലാക്കണം. നാം നേരത്തെ കണ്ട ചിന്തയുമായിട്ട് ഇവിടെ ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. പാപികളെ ദൈവം രോഗികളായിട്ടാണ് കാണുന്നത്. അപ്പം ഏതൊരു രോഗിയാണോ അത്യാസന്ന അവസ്ഥയിലുള്ളത് ആ രോഗിക്കാണ് ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ അവകാശം. അപ്പോൾ നമ്മൾ ഏതൊരു വ്യക്തിയാണ് ഏറ്റവും അധികമായി ബലഹീനപ്പെട്ട് പാപാസക്തിയിൽപ്പെട്ട് പിന്നെ പാപത്തിലേക്ക് വീണ് പോകുന്നത് ആ വ്യക്തിയുടെ പക്കലേക്കാണ് ദൈവം കൂടുതലായിട്ട് ഓടി വരിക. ഒരു വീട്ടിൽ 2-3 പിള്ളേർ അപ്പനും അമ്മയും കൂടെ വൈകുന്നേരം പണിയെല്ലാം തീർത്തിട്ട് പിള്ളേരുടെ കൊടുത്തിട്ട് ഓടിക്കളിച്ച് സാറ്റ് കളിക്കുന്നു. അപ്പം ഒരു കൊച്ചു ഉരുണ്ട് വീട് കാലൊടിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പനും അമ്മയും ആ കൊച്ചിനെ പക്കൽ ഓടിച്ചെല്ലും. ആ കൊച്ചിനെ പൊക്കി എടുത്തോണ്ട് മുറിക്കകത്ത് ചെല്ലും. അതിനെ കൂടെ ആശുപത്രി ചെല്ലും. ആശുപത്രി അഡ്മിറ്റായി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാലോ മറ്റു പിള്ളേരെ വീട്ടിലിട്ട് വെച്ചിട്ട് അവർ ഈ കാലൊടിഞ്ഞ കൊച്ചിൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ കാലൊടിയാത്ത പിള്ളേരെ അവിടെ വീട്ടിലിട്ടിരിക്കുക. അവർക്ക് 10 ഒരു ഭാഗം കാണിയല്ല ഉള്ളത് മറന്നു പറയും. അപ്പം വഴി തെറ്റി പോകുന്ന ആടിൻ്റെ പിന്നാലെ ഇടയൻ പോകുമെന്ന് പറയുമ്പം വഴി തെറ്റാത്ത ആടുകൾക്കല്ല, വഴി തെറ്റുന്ന ആടുകൾക്കാണ് ഇടയൻ്റെ സാമീപ്യം കിട്ടുന്നത്. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത്, ഞാനെന്ന വ്യക്തി വല്ലാത്ത തർക്കദോഷമുണ്ട്, പിന്നെ പാപം ചെയ്തു പോകുന്നു, എത്ര നോക്കിയിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ അവസ്ഥ ഞെരുങ്ങുന്ന ഒരാളെങ്കിലും സ്നേഹമുള്ള സഹോദരങ്ങളെ നിന്റെ അടുക്കളിൽ നിന്ന് മാറാതെ തമ്മിൽ നിൽക്കുകയാണ്. ഒരു വീട്ടിൽ അവിടുത്തെ പിള്ളേർ പറഞ്ഞില്ലേ, ഒരു കൊച്ചിന് എപ്പോഴും വയറ്റുവേദന അസുഖം പനിയാണെങ്കിൽ ആ കൊച്ചിനെ അപ്പനും അമ്മയും തന്നെ കൂടി തന്നെ കിടത്തും, മറ്റു പിള്ളേരെ വേറെ കിടത്തും. സ്നേഹമുള്ളൊരു തമ്പുരാൻ്റെ ഈ ഒരു സ്നേഹത്തിൻ്റെ ചിത്രം നല്ലപോലെ നമുക്ക് ധ്യാനിച്ച് ചിന്തിച്ചെടുക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ എത്ര അധികമായ സാന്നിധ്യം പോലും, ബലഹീനതയുടെ എത്ര നിരന്തരമായ അനുഭവങ്ങൾ പോലും, വീഴ്ചകളുടെ എത്ര നിരന്തരമായ നൊമ്പരങ്ങൾ പോലും ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹത്തെ കുറയ്ക്കുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ ചങ്കത്തോട്ട് നമ്മളെ ചേർക്കാനുള്ള വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.